പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇങ്ങനെ ഔട്ടിങ്ങിന് പോകാനായിട്ട് ഇരിക്കുകയാണ്. ക്ലാസ് ഉണ്ട്, അത് പ്രശ്നമാണ്. അതൊരു കുറച്ച് നമ്മുടെ സ്റ്റുഡൻസ് നിൽപ്പുണ്ട്. നമുക്ക് ഇവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ആളുടെ പേര് രജിത. ഓക്കെ, എന്തായാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലേ ഈ ഒരു പൊസിഷനിലേക്ക് വന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ ആളോട് ചോദിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പ്രണയം വീട്ടിൽ പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് അത് പറയുന്നത്? ഇപ്പോൾ അച്ഛൻ സപ്പോർട്ടാണ്. ഇപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ ചേട്ടനാണെങ്കിലും എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു റിലേഷൻ ബേസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഓപ്പണായിട്ട് പറയാം. അതിന് സപ്പോർട്ട് ചെയ്യാം. അത് നല്ല കാര്യം ആണെങ്കിലും മോശക്കാരാണെങ്കിൽ അത് പറഞ്ഞുതരും. അതുകൊണ്ട് വീട്ടിൽ പറയുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. ഓക്കെ, അതെന്താണ് പ്ലാൻ ഒന്നും ഇല്ലാത്ത? പ്രണയം ഇല്ലാത്തത് കൊണ്ടാണോ അതോ പ്രണയം ഉള്ളത് കൊണ്ടാണോ നഷ്ടപ്പെട്ടോണ്ടാണോ? സിംഗിളാണ്. സിനിമയ്ക്ക് വല്ലതും പോകണം. നമുക്ക് എന്തായാലും ലൈനൊന്നും ഇല്ല, അപ്പം വേറെ പ്ലാനൊന്നും ഇല്ല. എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഔട്ടിങ്ങിന് പോകാനായിട്ട് ഇരിക്കുകയാണ്. എവിടെയെങ്കിലും പോകണം. പക്ഷേ ക്ലാസ് ഉണ്ട്, അത് പ്രശ്നമാണ്. അതൊരു ബ്രേക്കപ്പ് ഒക്കെ ഒരു പ്രണയ പകയായിട്ട് മാറുന്നത് ഇപ്പം നമ്മൾ വ്യാപകമായിട്ട് കാണുന്ന ഒരു കാര്യമാണല്ലോ. എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള അഭിപ്രായം? ബ്രേക്കപ്പ് പകയായിട്ട് മാറാറുണ്ട്. അത് ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഒരാളെ സ്നേഹിച്ചതായിരിക്കും, അയാളെ പിന്നെ ഒരു ശത്രുവായിട്ട് കാണപ്പെടുന്ന പറയുന്നത് അത്രയും താഴ്ന്ന ഒരു മനസ്സിൻ്റെ സിമ്പിളായിട്ടാണ് കാണുന്നത്. പ്രണയം ഒരിക്കലും ഒരു പകയായിട്ട് മാറത്തില്ല. കാരണം പ്രണയിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പകയും വിദ്വേഷമൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. സ്നേഹത്തിൻ്റെ ഇടയ്ക്ക് വെറുപ്പിൻ്റെ ആവശ്യമില്ല. ഒരു ട്രൂ ലവ് അല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹെൽത്ത് റിലേഷൻഷിപ്പിന് മെയിനായിട്ട് ട്രസ്റ്റാണ് വേണ്ടത്. ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. രണ്ടുപേരും തമ്മിലൊരു വിശ്വാസം വേണം. പിന്നെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമല്ല രണ്ടുപേരും. അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും രണ്ടുപേരും തമ്മിൽ. അതുപോലെ അവർക്കൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണമെന്നൊരു തോന്നലുണ്ടാകും രണ്ടുപേർക്കും. അതുപോലെ തന്നെ റിലേഷനിലായിരിക്കുമ്പോൾ തന്നെ അവർക്ക് കരിയറും അതിൻ്റെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നും. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ എപ്പോഴും ഒരു അഫെക്ഷൻ, പരസ്പരം മനസ്സിലാക്കി സംസാരിക്കുന്നത്. രണ്ടുപേരും ഈക്വലി എഫേർട്സ് ഇടണം, അതാണ് ഏറ്റവും വലിയ. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആകാൻ പറഞ്ഞ പോലെ മെയിനായിട്ടുള്ള ട്രസ്റ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരെ രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ സയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് റെസ്പെക്റ്റ് ആണ്. ഞാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം. ഒരു കാര്യം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറയുന്നത് പോലെ തന്നെ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ പ്രൈവസി, ഒരാളുടെ പ്രൈവസി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നാണ്. എന്നാൽ മാത്രമേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. ട്രസ്റ്റാണ് മെയിൻ. നമ്മൾ ഒരിക്കലും വിശ്വാസം ഇല്ലാണ്ട് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പും മുന്നോട്ട് പോകില്ല. അതിപ്പോൾ പ്രണയത്തിൽ തന്നെയല്ല, എല്ലാ സ്നേഹബന്ധവും അങ്ങനെ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുക അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുക, എന്തായിരിക്കും അപ്പം പെട്ടെന്ന് കൊടുക്കുന്ന ഒരു റിപ്ലൈ? ഞാൻ നോ പറയും. എന്തുകൊണ്ടാ? പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസം നമ്മൾ ഓക്കെ പറയുന്നത്? നല്ലൊരു പ്രപ്പോസൽ വന്നാൽ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ആളെങ്ങനെയാണെന്നൊക്കെ നോക്കും. നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ വേറെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് റിച്ചായിട്ട് നല്ല വർക്കൊക്കെ ഉള്ള ആളെയാണ് നോക്കണത്. അപ്പം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അക്സെപ്റ്റ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു പ്രണയം തുറന്നു പറയാതിരുന്നിട്ടുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാ? പേടിയുണ്ട്. നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളവരാണോ? പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരുപാട് ലേറ്റായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഒരുപാട് ലേറ്റായിട്ട്. അപ്പം അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അത് പെട്ടെന്ന് തന്നെ പറയണം എന്നുള്ളതാണോ? തോന്നുവാണെങ്കിൽ അപ്പം തന്നെ പറയുക, വെച്ചോണ്ട് എന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ലേറ്റായിട്ട് പറയുകയാണെങ്കിലും നേരത്തെ പറയുകയാണെങ്കിലും റിപ്ലൈ എല്ലാം സെയിം ആയിരിക്കും നമുക്കുള്ളതാണെങ്കിൽ. ചേച്ചിയുടെ എപ്പോഴെങ്കിലും ഒരു പ്രണയം തോന്നിയിട്ട് അത് പറയാതിരുന്നിട്ടുണ്ടോ? ഉണ്ട്. എന്താ കാരണം എന്നൊന്ന് പറയുമോ? അന്നത്തെ എൻ്റെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, അന്നത്തെ ജനറേഷനിൽ ഭയം, അപ്പനെയും അമ്മയും പേടി, അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഇത്. പിന്നെ ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ വേറെ കാസ്റ്റ് ആണെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. പ്രണയത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയം നല്ലതുണ്ട്, മോശമുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഡിവോഴ്സ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ സമൂഹത്തിലാണെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് കൂടുതലായിട്ട് വരുന്നത് പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? അഭിപ്രായം എന്ന് പറയുമ്പം ടോക്സിക് റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും മുന്നോട്ട് പോകത്തില്ല. ഇതിപ്പോൾ മുന്നോട്ട് പോയാൽ തന്നെ അതൊരിക്കലും നല്ലതിനാകത്തില്ല. അതുകൊണ്ട് പരമാവധി നമുക്ക് ഇങ്ങനെ ടോക്സിക് ആണെന്ന് തോന്നിയാൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മതം, ജാതി എന്നൊക്കെ പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഹെൽത്തി ആണോ നോൺ ഹെൽത്തി ആണോ? മതം, ജാതി ഇതൊന്നും ഒരു ഇതായിട്ട് വരത്തില്ല. സ്നേഹം എന്നൊരു സാധനം നിൽക്കുന്നുണ്ടെങ്കിൽ ജാതി മതം ഒന്നും ആർക്കും
ഇതാക്കിയിട്ട് ആ ഒരു സ്നേഹം ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? ഞാൻ അറേഞ്ച്ഡ് മാരേജ് ആണ്. അതുകൊണ്ട് പ്രണയം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് അറേഞ്ച്ഡ് മാരേജിന് ശേഷം നമുക്ക് പ്രണയിക്കാമല്ലോ. അതുകൊണ്ട് എനിക്ക് അതിനോടാണ് ഈ വാലന്റൈൻസ് ഡേ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ ഒരു ഡേയുടെ ആവശ്യമുണ്ടോ? ലവ് ഉള്ളവർക്ക് ആവശ്യമുണ്ട്, അല്ലാത്തവർക്ക് എന്താണ് അതിൻ്റെ ഒരു ആവശ്യം? അങ്ങനെ പ്രേമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഡേ വേണം സെലിബ്രേറ്റ് ചെയ്യാൻ, അങ്ങനെയുണ്ടോ? ഇപ്പം നമ്മുടെ ലോകത്ത് എല്ലാത്തിനും ഒരു ഡേ ഉണ്ടല്ലോ, ക്യാൻസറിന് ഒരു എയ്ഡ്സിന് എല്ലാത്തിനും ഡേ ഉണ്ടല്ലോ. ഡേ വെക്കും നല്ല ഇല്ല. ഓക്കെ, എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതിനകത്ത്? വാലന്റൈൻസ് ഡേ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ കപ്പിൾസ് ആയിട്ടുള്ളവർക്ക് ആവശ്യമുണ്ട്. എങ്കിലും ഇപ്പം എൻ്റെ ഒരു പാർട്ട്ണറായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുമ്പോഴത്തേക്കും എനിക്ക് ആ പാർട്ട്ണറിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും നമ്മളെ രണ്ടുപേരും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അല്ലാതെ വാലന്റൈൻസ് ഡേക്ക് അത്ര ഒരു ഇത് കാണത്തില്ലെങ്കിൽ. ഓക്കെ,